അതുപോലെ തന്നെ ഇവന്റെ വൈഫ് ഇവന്റെ കെട്ടിയിട്ടിരിക്കുമെന്ന് പറയുന്നത്. ഇവന്റെ സ്വന്തം വൈഫിനെ എടുത്തിട്ട് ചാമ്പ് നല്ല രീതി അടിക്കുക. ഷഹലനെയും കൂടെ പോയ റാഫി എന്ന് പറയുന്ന വ്യക്തിയെയും വാളയാറ് വെച്ചിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ദിവസം പുറത്തു വന്ന വാർത്തയൊക്കെ ഫേക്ക് ആയിരുന്നു. അതായത് ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞത് ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഇവരെ വാളയാറ് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ അറിയാം. അതിനുള്ള കുറിച്ചുള്ള വീഡിയോ അപ്പൊ ചെയ്യാം. ഇപ്പം ഡാനിച്ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുമ്പ് വീഡിയോ കാണുന്നവര് സബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അറിയുന്ന കാര്യം പറഞ്ഞത് അവൻ പോകുന്നത് തന്നെ രാത്രി 1 മണി 2 മണിയൊക്കെയാണ്. അത് കണ്ട ആൾക്കാരാണ് അവരുടെ ഇവരോട് പറയുന്നത്. 32 വയസ്സുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വൈഫിനെ കെട്ടിയിട്ടിരിക്കുമെന്ന് പറയുന്നത്. ഇവന്റെ സ്വന്തം വൈഫിനെ എടുത്തിട്ട് ചാമ്പ് നല്ല രീതി അടിക്കുക. അതെ, ഈ ഷാനെ കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈഫ് ഇപ്പൊ മാത്രമല്ല ഇവന്റെ അച്ഛനും അടിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർ വിളിക്കുന്ന പേര് നായിക്കട്ടം എന്നാണ് അദ്ദേഹത്തിന് വിളിക്കുന്നത് ജീവിതത്തിൽ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും ഇത് ഞാൻ പറയുന്നത് ശരിയാണോ സത്യമാണോ. ചിലപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായി കാണും. അവൻ അച്ഛനെ വിളിക്കുന്നത് അങ്ങനെയാണ് നാട്ടുകാരെ. സ്വന്തം ഭാര്യയെ തല്ലാൻ വേണ്ടി അച്ഛനെ വരെ ഇട്ട് കൊടുക്കുന്ന ഈ നാറിയാണ് വേറൊരു പെണ്ണിനെയും കൊണ്ട് ഇപ്പം പോയേക്കുന്നത്. ഈ പോയവൾക്ക് ഇതിനെ കുറിച്ചുള്ള വിവരം വല്ലതും ഉണ്ടോ എന്നറിയത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവന്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നൊന്ന് കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഗോവിന്ദ. അച്ഛനെ വരെ തല്ലാൻ ഇട്ട് കൊടുക്കുന്നവനാണ് നീ ഇപ്പൊ കൂടെ കൊണ്ടുപോയവൻ. അങ്ങനെയുള്ളവൻ നിന്നെ വരെ ഇട്ട് കൊടുക്കും തല്ലാൻ വേണ്ടിട്ട്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിക്കുക. ഇനിയിപ്പം പഴയ ഭർത്താവിന്റെ അടുത്ത് പോവാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിന്നെ വേണ്ട എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വന്തം വീട്ടിൽ പോവുക, അതല്ലെങ്കിൽ ഇയാളുടെ കൂടെ തന്നെ പോയി ജീവിച്ച് മേടിക്കാനുള്ളതൊക്കെ മേടിച്ച് കൂട്ടുക. ദയവ് ചെയ്ത് വേറൊരു ന്യൂസ് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതായത് ഒളിച്ചോടിപ്പോയ ഷഹല ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലൊന്നും ന്യൂസ് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം നീയായിട്ട് എടുത്ത വഴിയാണ്, നീയായിട്ട് തെരഞ്ഞെടുത്ത കാര്യങ്ങളാണ് സ്വയമായിട്ട് അനുഭവിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാതെ ഉള്ളൂ ഈ തരത്തിലുള്ളതാണ്. അപ്പം ഒരു കാര്യം പറയാം, ഈ വിളിച്ച വ്യക്തി എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ്. ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല ബ്രോ, ഇങ്ങനെ കാണിക്കും എന്നുള്ള രീതിയിലാണ് ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 3 മാസം കൊണ്ട് മാത്രം വന്ന മാറ്റങ്ങളാണ്. ഇപ്പം ഞാൻ ഒരു വോയിസ് വെച്ചായിരുന്നു, ഒരു കുട്ടീന്റെ വോയിസ് വെച്ചപ്പം ആ വോയിസിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വിളിക്കുമ്പോൾ വരത്തില്ല എന്നുള്ള രീതി. ഫംഗ്ഷൻ എന്ന് വിളിച്ചാലും ഒരു വരൂല. അത് ഈ 3 മാസം കൊണ്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ എല്ലാ കാര്യത്തിനും വിളിക്കുമ്പോൾ മുൻപന്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ 3 മാസം കൊണ്ട് പല കാര്യത്തിനും ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ്. 3 മാസം മുൻപ് വരെ എല്ലാ ഫംഗ്ഷനും പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പൊ 3 മാസമായിട്ട് ഒന്നിനും പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പം ഞാനൊരു ഡൗട്ട് പറയട്ടെ. ഇവൻ നീ ഒരു ഫംഗ്ഷനും പോണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ പോവാത്തതാണോ? അല്ല, ഭാര്യനെ വരെ കെട്ടിയിട്ട് തല്ലുന്നവനല്ലേ. അപ്പം ഞാൻ പറയുന്നതിന്റെ അപ്പുറത്ത് നീ പോണ്ട എന്ന് ഈ ഷഹാലയുടെ അടുത്ത് പറഞ്ഞിട്ട് ഷഹാല അതിന്റെ പേരിൽ വരാത്തതാണെങ്കിൽ പിന്നെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കൊണ്ടുപോയ അവനാ ഈ പരനാറിന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ വൈഫിനെ എടുത്തിട്ട് അടിക്കും, പിള്ളേരെ ചോദിക്കും, ഇതൊക്കെ അവന്റെ പരിപാടി. അവന്റെ കൂടാണ് ഇവൾ ഇറങ്ങി പോയി നോക്കുമ്പോഴാണ് ഇവർക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയത്തില്ല. കാരണം ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പ് നടത്തുന്നതൊക്കെ വലിയ സംഭവമായിട്ട് മാത്രമാണ് കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. വീടിന്റെ കാര്യമാണെങ്കിൽ പോലും കൊച്ചു വീടാണ്. ഇപ്പോഴത്തെ ഒരു വീട് ഒരു പണിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൂം സെറ്റാക്കി, ഒരു ബാത്റൂം സെറ്റാക്കി, അവിടെ പോലീസുകാർ വന്നപ്പോൾ ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുത്തല്ലോ. അത് ഭാഗ്യം തന്നെയാണെന്നുള്ള രീതിയിൽ പോലീസ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി നിങ്ങൾ തന്നെ പറ, ഇവൻ സ്വന്തം ഭാര്യയും മക്കളെ നോക്കാത്ത ഒരു വ്യക്തി ഇവിടെ പൊന്നുപോലെ നോക്കുന്ന എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പില്ല. ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞു കഴിയുമ്പം ഈ ഭാര്യ എന്തൊക്കെയാണോ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഈ ഷഹല എന്ന് പറയുന്ന വ്യക്തിയും കൂടെ അനുഭവിച്ചു തുടങ്ങും. അപ്പൊ അവിടുന്ന് വേറെ വല്ലവരുടെ കൂടെ ചാടി പോയില്ലെങ്കിൽ അവസാനം എല്ലാവരും തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗം ഉണ്ടല്ലോ, അത് നമ്മളെല്ലാരും കൂടെ കേൾക്കേണ്ടി വരും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഈ ഷഹാല എന്ന് പറയുന്ന വ്യക്തിയുടെ ഹസ്ബൻഡ് ഈ ഷഹാലയെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാള് കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് പോലും ഈ ഷഹാല എന്ന് പറയുന്ന വ്യക്തിക്ക് 2000 രൂപയുടെ ചെരുപ്പാണ് കൊടുത്തോണ്ടിരുന്നത്. ഈ മാസം ചേച്ചി 500 രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് അത് അങ്ങനെയല്ല, അതിൽ കൂടുതൽ ക്യാഷ് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇവർക്ക് അവിടെ ഉള്ള കുറവ്? അവരുടെ ആവശ്യങ്ങളൊക്കെ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം? വെറും 3 മാസത്തെ എങ്ങാണ്ട് പരിചയമുള്ള ഒരു വ്യക്തിയുടെ കൂടെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവർ ആ കൊച്ചിനെ വിളിച്ചിറങ്ങിപ്പോയത്?
ഒളിച്ചോടി പോയ സ്ത്രീയെ പറ്റിയിട്ടുള്ള, അതായത് ആ പുരുഷനെയും പറ്റിയിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, അവരെ വിവരം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തെറി വിളിക്കുന്നാൽ അവരുടെ തെറിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ കുറെ ദിവസങ്ങളായി അവരെ കണ്ടുകിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും സത്യാവസ്ഥയല്ല. അതായത് ഇന്നത്തെ ദിവസം, അതായത് 30-ാം തീയതി അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം വാളയാർ ചെക്ക് പോസ്റ്റിലാണ് അവരെ കണ്ടുകിട്ടിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. അത് ഇവരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു CC ക്യാമറ ദൃശ്യം അവരത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു CC ക്യാമറ ദൃശ്യമായിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഷോപ്പിലെ ആളാണ് എനിക്ക് അയച്ചു തന്നത്. ആ നമ്പർ പിന്നെ ഞാൻ ഇവർക്കും അവർ പോലീസുകാർക്കും എല്ലാവർക്കും കൊടുത്തു. അതുപോലെ അവിടെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ അവര് ഈ സ്ത്രീയുടെ ബ്രദർ അവിടത്തേക്ക് പോവുകയും പിന്നെ അവരപ്പം അവിടുന്ന് എസ്കേപ്പ് ആയി, അവിടുന്ന് മുങ്ങിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇവരെ കണ്ടുകിട്ടുകയും നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പം ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നത്. ഈ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി അവരുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവന്റെ കൂടെ പോകുന്ന ഈ 3 കുട്ടികളെ വഴിയാധാരാക്കിയിട്ട് വന്ന അവന്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെ കൂടെ പോകുന്നു എന്നൊക്കെ കോടതി ചോദിക്കും. ആ ചോദ്യത്തിൽ ഇവർ പറയുന്നതിനുള്ള ഉത്തരമായിരിക്കും അവരെ ജീവിതം തീരുമാനിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, സ്വന്തം 3 കുട്ടികളെയും ഒഴിവാക്കി വന്ന അവന്റെ കൂടെ പോയാൽ ഇവന്റെ സ്വന്തം കുട്ടിനെ അവൻ നോക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവളും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ചിന്തിച്ചാൽ മതി. ഇപ്പൊ നോക്കും, കാത്തിരുന്നോ. ഭാര്യയെ തല്ലുന്നവനാണ് ഇനി വേറൊരുത്തന്റെ കൊച്ചിനെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കും. ഭയങ്കര ഉറപ്പാ. ദയവേത് ആ കൊച്ചിന്റെ സ്വന്തം അച്ഛന്റെ കൂടെ പറഞ്ഞു വിട്. അയാളെ നോക്കിക്കോളും. ഇവന്റെ കൂടെ പോയി ഇവൻ ഈ കൊച്ചിനെ നോക്കും. ഒരു 2 ദിവസം അവളെ കാണിക്കാൻ വേണ്ടിട്ട് നോക്കുമായിരിക്കും. 3-ാമത്തെ ദിവസം മുതൽ അവന്റെ തനി കോണം എന്തായാലും കാണിച്ചു തുടങ്ങും. ആ നാരിക്ക് 6 മാസം പ്രായമുള്ള കൊച്ചുണ്ട്. അതുള്ളപ്പോഴാണ് ഇമാതിരി തെണ്ടിത്തരം അവൻ കാണിച്ചത്. അങ്ങനെയുള്ളവൻ ഇനി നോക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ, നോക്കാനൊന്നും പോകുന്നില്ല. അതൊന്ന് സ്വയം ഷഹാല എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കിയ കൊള്ളാം. അതുപോലെ കോടതി പോയിട്ട് ഞാൻ ഇവന്റെ കൂടെ പൊക്കോളാം എന്ന് പറയാനാണ് തീരുമാനമാണെങ്കിൽ നന്നായിരിക്കും. ഒന്നും പറയാനില്ല, നിന്റെ വിധി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെയും കളഞ്ഞിട്ട് 3 മാസം മുമ്പ് കണ്ടൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇനി പിന്നെ അവന്റെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് മേടിച്ചാ സഹിക്കാ ജീവിക്കുക എന്നല്ലാണ്ട് ഒന്നും പറയാനില്ലടേ. അതുകൊണ്ടാ. ശരി എന്നാ. ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരണം. എന്റെ കമന്റ് ബോക്സ് കണ്ടായിരുന്നു, ഒരു പെണ്ണും അങ്ങനെ പോകത്തില്ല ഇങ്ങനെ പോകത്തില്ല, ഭർത്താവ് നോക്കാത്തത് കൊണ്ടായിരിക്കും. ഭർത്താവ് നോക്കാത്തത് കൊണ്ട് വേറെ ഭാര്യയും 3 മക്കളുള്ള അവന്റെ കൂടെ ആണോ പോകേണ്ടത്? അതെവിടുത്തെ ലോജിക്കാന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. ശരി എന്നാ, ടാറ്റാ.